വൈദ്യുതിയുടെ പിതാവ് ആരാണെന്നറിയോ? ആധുനിക ലോകത്തിന്റെ ഗതിയെ മാറ്റിമറിച്ച തന്റെ ഡൈനാമോ കണ്ടുപിടുത്തത്തിലൂടെ വൈദ്യുതിയെ മെരുക്കിയ മഹാശാസ്ത്രജ്ഞൻ. അറിയാം, എല്ലാവർക്കും അറിയാം. സ്കൂൾ മുതൽ തന്നെ നമ്മൾ പഠിച്ചു വരുന്ന ഒരൊറ്റ പേരാണ് മൈക്കൽ ഫാരഡെ, അല്ലേ? 1791 സെപ്റ്റംബർ മാസം 22-നാണ് ഇംഗ്ലണ്ടിൽ ഫാരഡയുടെ ജനനം. ദാരിദ്ര്യമേറിയിരുന്നതായിരുന്നു ആ ബാല്യം. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ എഴുത്തും വായനയും കണക്കും മാത്രമാണ് ഫാരഡയ്ക്ക് പഠിക്കാൻ കഴിഞ്ഞത്. ബാല്യത്തിൽ തന്നെ പുസ്തകങ്ങളൊക്കെ ബൈൻഡ് ചെയ്യുന്ന ഒരു ജോലിക്ക് അദ്ദേഹം കയറി. ആ സമയത്താണ് പുസ്തകങ്ങൾ വായിക്കാനും ഒക്കെ അദ്ദേഹം തുടങ്ങുന്നത്. അങ്ങനെ സയൻസിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ കൗതുകവും അറിവും ഒക്കെ വികസിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്നുമാണ് ലോകം അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനായി ഫാരഡെ വളർന്നു വന്നത്. വൈദ്യുതി ജനറേറ്റർ കണ്ടുപിടിച്ച ശേഷം അതിൻ്റെ പ്രവർത്തനം അന്നത്തെ ബ്രിട്ടീഷ് നികുതി വകുപ്പ് ചാൻസലറിന് മുന്നിൽ ഫാരഡെ വിശദീകരിക്കുകയുണ്ടായി. ജനറേറ്ററിൻ്റെ പ്രവർത്തനം കണ്ടു കഴിഞ്ഞപ്പോൾ ചാൻസലർ ഒരു സംശയം ചോദിച്ചു: ഈ വൈദ്യുതി കൊണ്ട് എന്തുപയോഗമാണ് ഉണ്ടാവുക എന്ന്. അപ്പോൾ ഫാരഡെ മറുപടി നൽകിയത്: ഒരു നവജാത ശിശുവിനെ കൊണ്ട് എന്ത് പ്രയോജനം ലഭിക്കും? ഒരു ദിവസം അവൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് ടാക്സ് ലഭിച്ചേക്കും. തൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ സാധ്യതകൾ അത്രത്തോളം തിരിച്ചറിഞ്ഞു അന്നേ ഫാരഡെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വൈദ്യുതി ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ലോകത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന്. ശാസ്ത്രലോകത്തും മനുഷ്യരാശിയുടെ പുരോഗതിക്കും അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ വഹിച്ച പങ്ക് സമാനതകളില്ലാത്തതാണല്ലേ. ഇന്ന് ഫാരഡയെ കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹത്തെ ഓർക്കുമ്പോൾ രസകരമായ ഒരു കഥ കൂടി പറയാം. ഒരു കൽക്കരി ഖനിയിൽ പൊട്ടിത്തെറി ഉണ്ടായത് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഫാരഡെയോടും മറ്റൊരു ശാസ്ത്രജ്ഞരോടും ആവശ്യപ്പെട്ടു. അങ്ങനെ രണ്ടുപേരും അവിടേക്ക് എത്തി. അങ്ങനെ വളരെ വിശദമായ ഒരു അന്വേഷണമൊക്കെ നടത്തുകയാണ്. ഈ അന്വേഷണത്തിനിടയിൽ വായുവിൻ്റെ ഗതിവേഗം എങ്ങനെയാണ് അളക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ജോലിക്കാരൻ കുറച്ച് വെടിമരുന്ന് കയ്യിലെടുത്ത് കുറേശ്ശെ താഴോട്ടിട്ട് തീ കൊളുത്തി. അതുണ്ടാക്കുന്ന പുകയുടെ ഗതി നോക്കി ഇങ്ങനെയാണെന്ന് പറഞ്ഞു. പരീക്ഷണം ഇഷ്ടപ്പെട്ടെങ്കിലും വെടിമരുന്ന് ശ്രദ്ധയില്ലാതെ കൈകാര്യം ചെയ്തതിൽ അദ്ദേഹത്തിന് തൃപ്തി തോന്നിയില്ല. ഫാരഡെ അപ്പോൾ വീണ്ടും ചോദിച്ചു: നിങ്ങൾ എടുത്തതിൻ്റെ ബാക്കി വെടിമരുന്ന് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ ജോലിക്കാരൻ പറഞ്ഞു: ദേ അവിടെ ഒരു ചാക്കിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഫാരഡെ വീണ്ടും ചോദിക്കുകയാണ്: ചാക്ക് എവിടെയാണ് ഇരിക്കുന്നത്? ജോലിക്കാരൻ താങ്കൾ ഇരിക്കുന്നത് ആ ചാക്കിൻ്റെ മുകളിലാണെന്ന് പറഞ്ഞു. നല്ലവരായ ആ മനുഷ്യർ കസേര ഇല്ലാത്തത് കൊണ്ട് ഫാരഡയ്ക്ക് ഇരിപ്പിടമായി കൊടുത്തത് വെടിമരുന്ന് നിറച്ച ചാക്കിൻ്റെ പുറത്തായിരുന്നു. ഈ കഥ പിന്നീട് ഫാരഡയെക്കുറിച്ച് ഏറെ പ്രചരിച്ചതാണ്. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്നും കഷ്ടപ്പെട്ടും കഠിനാധ്വാനം ചെയ്തും ഇന്ന് കാണുന്ന ലോകത്തിൻ്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയ മഹാശാസ്ത്ര ലോകത്തിന് വിപ്ലവം സൃഷ്ടിച്ച മൈക്കൽ ഫാരഡയുടെ വാക്കുകൾ തന്നെ ഇന്ന് മോർണിംഗ് മോട്ടിവേറ്ററിലും ഞാൻ ഓർത്തെടുക്കുകയാണ്. എപ്പോഴും ശ്രമിക്കൂ, എന്താണ് സാധ്യതയെന്ന് ആർക്കറിയാം. സ്ഥിരോത്സാഹത്തിന് ഇതിലും കൂടുതൽ എന്ത് വേണം അല്ലേ? പല കുറി പരാജയങ്ങളും തിരിച്ചടികളും വേദനകളും ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരും. പക്ഷേ നമ്മുടെ ലക്ഷ്യങ്ങൾ ശക്തമാണെങ്കിൽ നമുക്കത് സാധ്യമാകുന്ന ഒരു നാൾ നമ്മളെ തേടി വരും. നമ്മുടെ ലക്ഷ്യത്തിനായി നമുക്ക് എന്ത് ചെയ്യാം? ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കില്ല, അതൊന്നും ശരിയാവില്ലെന്നേ എന്നൊന്നും പറഞ്ഞ് മാറ്റി വെക്കേണ്ട. നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ശരിയാകില്ല എന്ന് വിചാരിക്കുന്നതൊക്കെയും ശരിയായി തീരുക തന്നെ ചെയ്യും. മഹാരഥന്മാരുടെ ജീവിതമൊക്കെയും സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്.